നിലമ്പൂരിലെ ഓരോ ചലനവും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു രാഷ്ട്രീയ കേരളം. വീറുറ്റ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് വഴിവെച്ച തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. LDF മുന്നോട്ട് വയ്ക്കുന്ന സംവാദ വിഷയങ്ങളിലൂന്നി മാത്രമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം. ജനക്ഷേമം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, പെൻഷൻ, പട്ടയ വിതരണങ്ങളും മറ്റ് വികസന നേട്ടങ്ങളും അടക്കമുള്ളവയും ഇടതുപക്ഷം പ്രചാരണത്തിൽ മുന്നോട്ട് വെച്ചു. അതേസമയം പറയത്തക്ക നേട്ടങ്ങൾ ഒന്നും തന്നെ UDF പ്രചാരണത്തിന് ഇല്ലായിരുന്നുവെന്നത് ആ മുന്നണിയെ പരിഹാസ്യമാക്കുകയായിരുന്നു. LDFന് സ്ഥാനാർത്ഥിയേ ഇല്ല, സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ എന്താണിത്ര കാലതാമസം, നിലമ്പൂരിൽ ജനിച്ചു വളർന്ന സ്വരാജിന് ജന്മനാട്ടിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ തുടങ്ങിയ വെല്ലുവിളികളാണ് ആദ്യഘട്ടത്തിൽ UDF ഉയർത്തിയത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൽ ഊറ്റം കൊണ്ടായിരുന്നു കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ നിലവാരത്തിന് ചേരാത്ത തരത്തിലുള്ള പ്രചാരണങ്ങൾ UDF ഇറക്കിയത്. UDF വെല്ലുവിളിക്ക് കനത്ത പ്രഹരമേൽക്കുന്നതായിരുന്നു M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് M സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. സ്വരാജ് സ്ഥാനാർത്ഥിയായതോടെ UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം പാടെ തകർന്നു. പരിഭ്രാന്തരായ UDF പിന്നീട് അങ്ങോട്ട് പന്നിക്കണി ദാരുണാന്ത്യം മുതൽ പെട്ടിവെച്ചുവരെ രാഷ്ട്രീയ കളി, പെൻഷൻകാർക്കെതിരെ അധിക്ഷേപം, മതവും വർഗീയതയും തീവ്രവാദവും മറയാക്കിയ നുണക്കോട്ടകൾ, LDF സ്ഥാനാർത്ഥിയെ തുടങ്ങി മുഖ്യമന്ത്രിക്ക് വരെ വ്യക്തിഹത്യ, ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട്. അങ്ങനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി UDF പ്രയോഗിച്ചത് അത്രയേറെ ഹീനതന്ത്രങ്ങളായിരുന്നു. UDFും ജമാഅത്തെ ഇസ്ലാമിയും ഒരു വിഭാഗം മാധ്യമങ്ങളും ഐക്യമുന്നണിയായി പെരും കള്ളങ്ങളാണ് LDFനെതിരെ തൊടുത്തുവിട്ടത്. ക്ഷേമ പെൻഷനുകളെ കൈക്കൂലി എന്ന് ആക്ഷേപിച്ചതിനുള്ള രാഷ്ട്രീയ ആരോപണത്തിന് നാളെ പോളിംഗ് ബൂത്തിലെത്തുന്ന നിലമ്പൂർ മണ്ഡലത്തിലെ 40,000-ലേറെ പെൻഷൻ ഗുണഭോക്താക്കളിൽ നിന്ന് UDFന് മറുപടി ലഭിക്കുമെന്ന് ഉറപ്പാണ്. കൈക്കൂലിയല്ല, തങ്ങളുടെ അവശതയിലെ കൈത്താങ്ങാണ് പെൻഷൻ എന്ന് തിരിച്ചറിയുന്നവരാണവർ. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ആകെ 62 ലക്ഷം പേരാണ്. ഇത്രയും മനുഷ്യരെ അപമാനിക്കുന്നതായിരുന്നു പെൻഷനെതിരായ KC വേണുഗോപാലിന്റെ അധിക്ഷേപം. ഇതിനു പിന്നിലെ ലൈഫ് മിഷൻ ഗുണഭോക്താക്കളെയും അദ്ദേഹം അപമാനിച്ചു. ഇതിനെല്ലാം ജനങ്ങൾ കണക്കു ചോദിക്കുമെന്നത് 100% ഉറപ്പാണ്. UDF ഭരിക്കുമ്പോൾ പെൻഷൻ കാര്യമായി വർദ്ധിപ്പിക്കുന്നതിന് അവർ തയ്യാറായില്ലെന്ന് മാത്രമല്ല, 18 മാസം വിതരണം മുടക്കുകയും ചെയ്തെന്ന സത്യം UDFനെ ഇന്നും പോറലേൽപ്പിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി കാലത്ത് മുടങ്ങിയ 18 മാസത്തെ പെൻഷൻ പിന്നീട് വന്ന ഒന്നാം പിണറായി സർക്കാരാണ് കൊടുത്തു തീർത്തത്. ഏത് കൊടുങ്കാറ്റിലും ഉലയാത്ത നിലമ്പൂർ തേക്കിന്റെ കരുത്തിന് സമാനമായ മനസ്സോടെയാണ് LDF വോട്ടർമാരെ സമീപിച്ചത്. മണ്ഡലത്തിൽ LDF സർക്കാർ നടപ്പിലാക്കിയ 1800 കോടിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള പ്രചാരണം തീർച്ചയായും LDFന് മേൽക്കൈ സമ്മാനിച്ചിട്ടുമുണ്ട്. 9 വർഷത്തെ പിണറായി സർക്കാരിന്റെ വികസനങ്ങൾ തേക്കിന്റെ നാട്ടിൽ നടപ്പിലായത് കണ്ടനുഭവിച്ചവരാണ് അവിടുത്തുകാർ. ആദിവാസികളടക്കം അവിടുത്തുകാരായ 60,000-ഓളം പേരാണ് ക്ഷേമ പെൻഷനിലൂടെ പട്ടിണിയില്ലാതെ ജീവിക്കുന്നത്. സംസ്ഥാനത്തെ തന്നെ മികച്ച പൊതുജനാരോഗ്യ കേന്ദ്രമായ നിലമ്പൂർ ജില്ലാ ആശുപത്രി, മിനി സിവിൽ സ്റ്റേഷൻ, മലയോര ഹൈവേ, ഹൈടെക്കായ സ്കൂളുകൾ, വികസന സാക്ഷ്യപത്രങ്ങൾ ഏറെയുണ്ടിവിടെ. ഉരുളെടുത്ത കവളപ്പാറയുടെ കണ്ണീരൊപ്പി വീടടക്കം പുതുജീവിതം സമ്മാനിച്ച പിണറായി സർക്കാരിനെതിരായ പ്രചാരണങ്ങളൊന്നും ഏശില്ല എന്നതാണ് വസ്തുത. 4 വർഷത്തിനകം 3ാം തവണയാണ് നിലമ്പൂരുകാർ വോട്ട് ചെയ്യുന്നത്. തുടർച്ചയായി തെരഞ്ഞെടുപ്പുകൾ അടിച്ചേൽപ്പിച്ച വഞ്ചകരെയും അവസരവാദികളെയും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നത് വ്യക്തമാണ്. അവർക്ക് മുന്നിലാണ് മതരാഷ്ട്രവാദികളുടെ കുപ്പായമിട്ട് UDF വോട്ട് തേടുന്നത്. നാടകം കളിച്ച് മനുഷ്യത്വമുള്ളവരെ സൃഷ്ടിച്ച നാട്ടിൽ വർഗീയ നാടകം വിലപ്പോവില്ലെന്നത് നിലമ്പൂരിന്റെ മഹിതമായ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ ചരിത്രത്തിന്റെ പ്രബുദ്ധ പ്രതീകമായ യുവപ്രതിഭയാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. പ്രതിപക്ഷത്തിന്റെ ജനവിരുദ്ധതയ്ക്കും വർഗീയ ശക്തികളെ പാലൂട്ടി വളർത്തുന്ന അവരുടെ മനുഷ്യവിരുദ്ധ നിലപാടുകൾക്കും മേൽ LDFന്റെ വികസന രാഷ്ട്രീയവും മനുഷ്യപക്ഷ നിലപാടുകളും നിലമ്പൂരിൽ വെന്നിക്കൊടി പാറിക്കുമെന്ന് ഉറപ്പാണ്.